പിക്ക് ഏത് രീതിയിൽ സഹായകരമാകും, LDFന് ഏത് രീതിയിൽ സഹായകരമാകും SDPI UDFന് പിന്തുണ നൽകുന്നത്? BJP സഹായം പോകുന്നത് അവർ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം. നിങ്ങൾ ഈ പറയുന്ന സെക്കുലർ പാർട്ടികളൊക്കെ സ്യൂഡോ സെക്കുലർ പാർട്ടികളാണ്. ഇവർ രാത്രി ആയിക്കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ടിട്ട് ഈ പറയുന്ന സാമുദായിക സംഘടനകളുമായിട്ടും അതുപോലെ തന്നെ മതസംഘടനകളായിട്ടും മതമൗലികവാദികളായിട്ടും വർഗീയവാദികളായിട്ടും ഭീകരവാദികളൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ആളുകളാണ്. ഇവർ നിങ്ങളെ പറ്റിക്കുകയാണ്, ഞങ്ങൾ മാത്രമേ സെക്കുലർ ആയിട്ടുള്ളൂ എന്ന് പറയുന്ന ആളുകളാണ് BJPക്കാർ. അവർക്ക് ഈ വാദം ഒന്നും കൂടി അങ്ങ് ഉറപ്പിക്കാൻ പറ്റും. ഞാൻ എസ്പെഷ്യലി രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരളം ഏറ്റവും കൂടെ അടുത്ത് ചർച്ച ചെയ്ത ഒന്ന് എന്താണ് നമ്മുടെ ആലപ്പുഴയിലുണ്ടായിരുന്ന കുന്തിരിക്കം കരുതാൻ പറഞ്ഞിട്ടുള്ള കുന്തിരിക്കം കരുതാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു മുദ്രാവാക്യം അതുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രവേഴ്സി. രണ്ടാമത്തത് ഇപ്പോൾ PFI നിരോധിച്ചു. ഇപ്പോൾ അവരുമായി PFI ആയിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ ഇവർ ഭൂരിപക്ഷം അംഗങ്ങളും മെമ്പർമാരും PFI ആയിട്ട് ബന്ധപ്പെട്ടവരാണല്ലോ. ലീഡർഷിപ്പും തന്നെ നിങ്ങൾ ഒന്ന് രണ്ട് പേരുകൾ വന്നു കേട്ടല്ലോ. അപ്പം അതുപോലെ SFIയും CPM ആയിട്ട് ബന്ധമില്ലെന്ന് പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ SFIയിലേക്ക് പറഞ്ഞാൽ നമ്മളൊക്കെ പറയും സ്വന്തം സംഘടനയാണ്, CPM ആയിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല. അതുപോലെയാണത്. പക്ഷെ നമുക്കറിയാമല്ലോ ഫൈനലി. അപ്പം ഇത് അപ്പോൾ ആ രീതിയിൽ SDPI എസ്പെഷ്യലി ഈ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ PFI ഭീകരവാദ സംഘടന അല്ല, അല്ലെങ്കിൽ തീവ്രവാദ സംഘടന അല്ല എന്ന് ഇവരങ്ങ് പറഞ്ഞാൽ മതി. BJPക്കാരുടെ നിലപാട് മാത്രമെന്ന് പറഞ്ഞാൽ ഓക്കെ. അങ്ങനെ അല്ലാത്തൊരു സാഹചര്യം അത് ആക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനൊരു പ്രസ്താവന വരുന്ന സമയത്ത് അത് മിണ്ടാതിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ UDF ഇവരൊക്കെ ആയിട്ട് സഖ്യമുള്ളതെന്ന് BJPക്കാരുടെ ആർഗ്യുമെൻറ്റ് ശക്തിപ്പെടുകയും അത് BJPക്ക് ആ രീതിയിൽ ഗുണം ചെയ്യും. ഹിന്ദു വോട്ടുകളായിരിക്കും, ക്രിസ്ത്യൻ വോട്ടുകൾ. ഈ അനിൽ ആൻ്റണിക്ക് അവിടെ കിടന്ന് എങ്ങനെ 4 വോട്ട് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. പിന്നെ ഇപ്പോൾ ഇത് ഹിന്ദുസിനെക്കാട്ടും കൂടുതൽ SDPI ആയിട്ട് ഇപ്പം കൂടുതൽ PFI ഒക്കെ ആയിട്ട് പ്രശ്നമുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാണ്. നമുക്കറിയാമല്ലോ. ഇപ്പം എന്താ PC ജോസിൻ്റെ സ്ഥലമുണ്ടല്ലോ ഈരാറ്റുപേട്ടിൽ വലിയ രീതിയിലുള്ള ഒരു അകൽച്ചയൊക്കെ വന്നതായിട്ട് അവിടെ നിന്ന് ജസ്നയുടെ തിരോധാനം മുസ്ലിങ്ങളായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് എനിക്കറിയില്ല, ഒരു തെളിവ് തരെ കിട്ടില്ല. പക്ഷേ കണക്ട് ചെയ്യിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഈ സോ കോൾഡ് ക്രിസ്ത്യൻ ഹിന്ദുത്വ ഗ്രൂപ്പുകളിൽ നിന്ന്. അപ്പം ആ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ട. അപ്പം BJPക്ക് വോട്ട് ചെയ്യാനും മടിയുള്ള ആളുകൾക്ക്, എന്നാൽ ഈ വിഷയത്തിൽ LDFനോട് UDFനോട് എതിർപ്പുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? അവർക്ക് BJP കൂളായിട്ട് അത് ഈ ഒരു CPMന് പോയി വോട്ട് ചെയ്യാം. താമരയ്ക്കോട്ട് വോട്ടും ചെയ്യേണ്ട. എന്നാൽ ഇവരുമായിട്ട് ഇവരുടെ പിന്തുണയുള്ള UDFന് വോട്ട് ചെയ്യേണ്ട. വളരെ നല്ലതല്ലേ? അപ്പോൾ അത് ഏത് വിഭാഗത്തിൽ നിന്നായിരിക്കും? നോൺ മുസ്ലിം വിഭാഗം. UDFന്റെ നേതൃത്വത്തിന് അറിയാൻ പാടില്ലാത്തതൊന്നുമല്ലല്ലോ. പേടിയാണ് അത്. ഈ പറയുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ ഓരോ വോട്ടും നിർണായകമല്ല. ഞാൻ റിയാസ് 800 വോട്ടിനല്ലേ തോറ്റത്. ആരിഫ് കഴിഞ്ഞ തവണ 1000 വോട്ടിനോ മറ്റല്ലേ ജയിച്ചത്. അപ്പോൾ ഇവർക്ക് അത്തരം ഏതോ ഒരു ഇലക്ഷൻ നിൽക്കുന്നു 2011 വരെ പഞ്ചായത്ത് ഇലക്ഷനിലെ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇവർ ഈ കേരളത്തിലെ 4ാമത് ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വോട്ട് കോൾ ചെയ്തിരുന്നത്. ഇവർ എന്നിട്ട് സ്വീകാര്യത്തൊക്കെ അന്ന് അതിൻ്റെ നോട്ടീസ് ഒട്ടിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷമാണ് പിന്നെ പല ഇവർക്കൊരു ഡിക്ലൈൻ, ഈ പറയുന്ന രീതിയിൽ ഡിക്ലൈൻ ദ സെൻസ് ഒരു തിരിച്ചടി പൊളിറ്റിക്കലി വന്നത് ഈ പറയുന്ന PFIയുടെ നിരോധനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം ഇത് ഇതിനെക്കൊണ്ട് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് UDFനാണ്. ഇതിനോട് SDPIയുടെ വോട്ട് ഒരുപക്ഷെ കിട്ടണ്ട. SDPIയുടെ വോട്ട് അല്ലാതെയും കിട്ടും. കാരണം ഒരുപക്ഷെ ഏറ്റവും സംഘടിതമായിട്ട് വോട്ട് വീഴ്ത്താൻ, രഹസ്യമായി വോട്ട് വീഴ്ത്താൻ ശേഷിയുള്ള ആളുകളാണ് SDPIക്കാർ. ഒരു മെസ്സേജ് രഹസ്യമായി കൊടുത്താൽ മതി. അതിനുശേഷം ഇലക്ഷന് ശേഷം പറഞ്ഞാൽ മതി ഞങ്ങൾ UDFനെ സപ്പോർട്ട് ചെയ്തിരുന്നു പറഞ്ഞാൽ മതി. ഇപ്പം എന്തിനാണ് അവരങ്ങനെ ഓപ്പണായി പറഞ്ഞു വന്നത്? അവർക്ക് തന്നെ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ല. എങ്ങനെ എത്രത്തോളം സസ്റ്റാജിലാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം. അവർ കൃത്യമായിട്ട് BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആരാണോ രണ്ടാമത് നിൽക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യുകയായിരുന്നു. ഉദാഹരണമാണല്ലോ നേമത്ത്. നേമത്ത് അന്ന് എന്നോട് ഒരു മുസ്ലിം ഒരു കച്ചവടക്കാരൻ പറഞ്ഞു വെച്ചാൽ അതൊരു മുസ്ലിം, ഇവർ മാത്രമല്ല ഒരു മുസ്ലിം എൻ ബ്ലോക്കായിട്ട് ഒരു മുസ്ലിം തീരുമാനമായിരുന്നു അത്. BJPനെ താക്കാൻ ശേഷിയുള്ള ആരാണോ അവർക്ക് വോട്ട് ചെയ്യാന്നുള്ള അവരുടെ തീരുമാനം. അയാൾ എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ അയാൾ വോട്ടിനെ കണക്കാക്കി ചോദിച്ചാൽ വളർത്തിര വോട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് കൃത്യമായിട്ട് ഒന്നൊഴിയാതെ ആരാണ് BJPയെ തോൽപ്പിക്കാൻ സാധ്യതയുള്ളത് അവർക്ക് കൊടുക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. അതങ്ങനെ ഒരു പുതിയ തീരുമാനമായിരുന്നു. അപ്പം ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം കോൺഗ്രസ്സിന് ഇത് തള്ളിക്കളഞ്ഞാൽ ചിലപ്പോൾ 1000 വോട്ടിനൊക്കെ അവിടെ നിന്ന് തോറ്റ നാളെ അത് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നത്തിന് വരും. അതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. പക്ഷേ അവരത് ആലോചിക്കേണ്ട. അവർ കോൺഗ്രസിനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹം എന്ന് വെച്ചാൽ കരുതൽ കൂടിയല്ലേ. നിങ്ങൾ അങ്ങനെ ഒരു സെക്കുലർ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. SDPIക്ക് നിങ്ങൾ വിചാരിക്കുന്ന അപ്പോൾ സ്വാധീനം കേരളത്തിലുണ്ട് എന്ന് വെച്ചാൽ ഈ സെക്കുലർ പാർട്ടികളുടെ കാര്യത്തിലാണെങ്കിലും പാർട്ടിക്കാരല്ലാത്ത മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിലൊക്കെ SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അഭിപ്രായം ഒന്നും നോക്കാതെ, അല്ലെങ്കിൽ അവർക്ക് ശക്തമായ എതിരഭിപ്രായമുള്ള ആളുകളെ ഒന്നും ഫീൽഡ് ചെയ്യാനുള്ള ധൈര്യം ഇന്ന് കേരളത്തിൽ ഒരു സെക്കുലർ പാർട്ടിക്കില്ല. ശരി, ശ്രീകുമാർ, UDF നേതൃത്വത്തിന് ബോധ്യമുണ്ട്, പക്ഷേ ഭയമുണ്ട്. ഉള്ളിൽ ഭയമായത് കാരണം ഈ ഒരു പിന്തുണ വേണ്ട എന്ന് പറയാൻ അവിടെ മടി വരികയാണ്. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ചില നേതാക്കളിൽ നിന്ന് പ്രതികരണം മറിച്ചും ഉണ്ടായേക്കാം. അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. SDPIയുമായുള്ള ധാരണ
അത് തുറന്നു പറയുവാൻ മടിയുള്ള ഒട്ടേറെ നേതാക്കൾ കോൺഗ്രസിലുണ്ട് എന്നുള്ള കാര്യം താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള ചില നേതാക്കളുടെ പ്രസ്താവനകളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. എന്തായാലും PFIയുടെ ഒരു രൂപം തന്നെയാണ് SDPI എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ, സമൂഹത്തിനും അത് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഓപ്പൺ ധാരണയുടെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് ചിന്തിക്കേണ്ടത്. അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു, എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ ചർച്ചയുടെ അജണ്ട എന്തായാലും കേൾക്കുന്നവർക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അല്ല, പ്രത്യേക അജണ്ടയൊന്നും ഇക്കാര്യത്തിലില്ല. UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി കേരളത്തിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവര്, അല്ല ഞാൻ പറയട്ടെ, UDF ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ ആര് വോട്ട് ചെയ്താലും അത് സ്വാഗതം ചെയ്യും എന്നൊരു സാമാന്യ ബോധം ഇവിടെ ഇരിക്കുന്നവർക്ക് ഇല്ലാതെ പോകുന്നത് വലിയ കഷ്ടമാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് CPMന്റെ ഒപ്പം നിന്ന ഇടതുപക്ഷ പ്രവർത്തകര്, സാറാ ജോസഫ് ഉൾപ്പെടെ കോൺഗ്രസാണ് ദേശീയ തലത്തിൽ വരേണ്ടത് എന്ന് പറയുന്ന ഘട്ടത്തിൽ എല്ലാ അഭിപ്രായ ഭിന്നതയും മറന്നുകൊണ്ട് UDFന് വോട്ട് ചെയ്യണം എന്ന് ജനങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷി, നിരോധിക്കപ്പെടാത്ത സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, അതിന്റെ പൂർവ്വരൂപത്തെക്കുറിച്ച് വീണ്ടും സംസാരിച്ചു വരുമ്പോൾ ഈ BJPയുടെ ഒരു RSS ബന്ധത്തെക്കുറിച്ച് ഇവരാർക്ക് സംസാരമില്ലല്ലേ? BJPയുടെ RSS ബന്ധത്തെക്കുറിച്ചും വിശ്വഹിന്ദുപരിഷത്തിന്റെ ബന്ധത്തെക്കുറിച്ചൊന്നും ബജ്രംഗ് ദളിന്റെ ബന്ധത്തെക്കുറിച്ചൊന്നും ആർക്കൊന്നും സംസാരിക്കണ്ട. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ പേര് ഞാൻ പറഞ്ഞത് അല്ല, അതിലെന്താ സംശയം? ഞാൻ പറയട്ടെ, അല്ല, അത് അങ്ങനെ പറയില്ലേ? RSS BJP, BJP RSS. ആർക്കാ? എനിക്ക് സംശയമല്ല, മഞ്ജുഷിന് സംശയമല്ല. എന്താണ് അങ്ങനെ ഒരു സംശയം താങ്കൾ സംശയം വന്ന്? RSS BJP. ഞാൻ പറയട്ടെ, അതൊന്ന് വാ. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളെ അല്ല ആയിക്കോ, നിങ്ങൾ പറയുമ്പോൾ സംസാരിച്ചോളൂ. ഞാൻ എന്താ കാര്യം പറയട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങള് SDPI ഏകപക്ഷീയമായി UDFനെ പിന്തുണയ്ക്കുമ്പോൾ എന്തിനാണ് വെപ്രാളം? നിങ്ങൾ വെപ്രാളപ്പെടാം. ഇന്ന് ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? പഴയ BJP കോൺഗ്രസ് ലീഗ് ബന്ധത്തിന്റെ മറ്റൊരു ഭാഗമാണ്. അതിൽ BJP പുള്ളി ഉൾപ്പെടുത്തി. പക്ഷെ നമ്മുടെ BJPയുടെ എന്റെ സുഹൃത്ത് ഷാബു പ്രസാദിന്, BJP സഹയാത്രിയുടെ ഷാബു പ്രസാദിന് തീർച്ചയായിട്ടും ഇത് UDF തോൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. കാരണം അവരുടെ മനസ്സിൽ LDF ജയിക്കണമെന്നാണ്. അത് EP ജയരാജൻ പറഞ്ഞതല്ലേ, ഞങ്ങളുടെ മുഖ്യ ശത്രു BJP ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശക്തി ഇവിടെ പ്രദാനം ചെയ്തില്ലേ, ഇല്ലാത്ത ശക്തി. പിന്നീട് ഗോവിന്ദ മാഷ് തള്ളി പറഞ്ഞു, മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു. അപ്പൊ LDF ജയിക്കണമെന്ന് BJPക്ക് ആഗ്രഹമുണ്ട്, UDF തോൽക്കണമെന്ന് ചില നിരീക്ഷകർക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെന്താ UDFന്റെ നേതാക്കൾക്ക് യാതൊരു വിവരവുമില്ല. ഇങ്ങനെ കയറി പിന്തുണച്ചാൽ ജനങ്ങൾ UDFിൽ നിന്ന് മാറും, അത് വർഗീയമായി എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യ രൂപം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിരുന്നുവെന്നും അത് നിരോധിക്കപ്പെട്ടുവെന്നും ഇതിവിടെ പ്രവർത്തിക്കുന്ന നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്നും ആ സംഘടന ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിന്റെ ചില നയങ്ങളോട് താല്പര്യമുള്ളതുകൊണ്ടും BJPയെ ഇഷ്ടമില്ലാത്തതുകൊണ്ടും കേരളത്തിലെ LDFിനോട് ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ആണ് മുന്നിൽ വരേണ്ടതെന്ന ചിന്തയുള്ളതുകൊണ്ടും ഉറപ്പായതുകൊണ്ടും ഒരു വിഭാഗം ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷ ചിന്തകരും നിഷ്പക്ഷരും അഭിപ്രായ സ്വരൂപകരും കോൺഗ്രസിന് വേണ്ടി രംഗത്ത് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന സഹായം വരുമ്പോൾ ഇങ്ങനെ പേടിച്ചിട്ട് ഇത് കോൺഗ്രസിനെതിരാകും, UDFിനെതിരാകും, UDFന് വോട്ട് ചെയ്യായിരുന്നവർ മാറും. എന്താ UDFന് വോട്ട് ചെയ്യാനിരുന്നവരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പിന്തുണ കിട്ടിയാൽ മാറുമോ? എന്ത് വിഡ്ഢിത്തം! നിങ്ങളെ മലയാളികളെ രാഷ്ട്രീയ സാക്ഷരതയെ അപമാനിക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലും പിന്നെ അവിടെ ഈ ഭരണത്തിൽ വരുമ്പോഴും ഒക്കെ രണ്ട് നിലപാടെടുക്കുന്നത് എന്തിനാണ്? അവിടെ നിങ്ങൾ പറയാറുണ്ടല്ലോ, അല്ല SDPയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആ ഒരു പിന്തുണയിൽ ഭരിക്കേണ്ട, ഇങ്ങനെയൊക്കെ നിലപാട് പരസ്യമായി എടുക്കുന്നവരാണ്. എന്നിട്ട് ഒളിഞ്ഞുപോയി മറ്റൊരു നിലപാടും എടുക്കും, അത് മറ്റൊരു കാര്യം. ഇപ്പോൾ SDPയെ പിന്തുണ നൽകിയപ്പോൾ അതിനെന്താണ് കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ആളുകളെ വിഡ്ഢികളാക്കുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ് തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങളാരും. ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. പക്ഷേ ഈ തീരുമാനത്തിൻ്റെ അത് നിങ്ങൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇത് കോൺഗ്രസിനുള്ളൊരു പണിയാണ്, UDFിനുള്ളൊരു പണി. അവർ കാരണം ഇത് കേരളത്തിൻ്റെ സാമാന്യ കേരള പൊതുസമൂഹത്തെ വിലയിരുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലാതെ ഇത് കാണാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ നമുക്കറിയാമല്ലോ, SDPI ആയിട്ട് ബന്ധപ്പെട്ട നിലവിലുള്ള വന്നിട്ടുള്ള ചർച്ചകളും കോൺട്രവേഴ്സീസ് എങ്ങനെ കേരള രാഷ്ട്രീയത്തെ പൊളറൈസ് ചെയ്യുന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സെക്യുലർ പാർട്ടികൾക്ക് SDPIനെ നിരോധിച്ചിട്ടില്ലാത്തൊരു കാലത്തോളം, അത് സത്യമാണ്, നിരോധിച്ചിട്ടില്ലാത്ത കാലത്ത് SDPIനെയും ജമാഅത്തെ ഇസ്ലാമിനെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ പോലും അവരെ വിട്ടുകൊണ്ട് ഒരു എന്താ പറയുക ഇലക്ട്രോണിക് പൊളിറ്റിക്സിനെ പറ്റി ആലോചിക്കാൻ പറ്റില്ല. അങ്ങനെ ഗതികേടുണ്ട്.